ചേലക്കര മാരിയമ്മൻ കോവിലിൽ സമൂഹ മൃത്യുഞ്ജയ ഹവനം ജനുവരി 27-28 തീയതികളിൽ ക്ഷേത്രത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹാബലേശ്വര HS സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ വിശ്വശാന്തി, സമാധാനം, സാഹോദര്യം, പ്രകൃതി സംരക്ഷണം, സർവ്വരോഗ നിവാരണം എന്നിവയ്ക്കായാണ് സമൂഹ മൃത്യുഞ്ജയ ഹവനം നടത്തപ്പെടുന്നത്. ചടങ്ങിലെ ദീർഘായുസ്, ദീർഘമാംഗല്യം, സർവ്വരോഗ നിവാരണം, ദമ്പതി പൂജ എന്നിവയ്ക്കായി മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് അറിയിച്ചു. ചേലക്കര ശ്രീ മാരിയമ്മൻ കോവിലിലെ ഇപ്പോൾ ഈ വരുന്ന ജനുവരി 27-28 ശനി ഞായർ ദിവസങ്ങളിൽ സ്വാമിജി HS പ്രഭാകരാനന്ദ സരസ്വതി അവരുടെ നേതൃത്വത്തിൽ മൃത്യുഞ്ജയ ഹവനം, മഹാമൃത്യുഞ്ജയ ഹവനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പും ഈ സ്വാമിജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കോവിലിൽ ചണ്ഡിയ ഹോമം നടന്നിട്ടുണ്ട്. അതിനുശേഷം അമ്പലത്തിൻ്റെ തറക്കൽ ഇടുന്നതിനോടൊപ്പം തന്നെ അന്നത്തെ അമ്പലത്തിൻ്റേതായിട്ട് അഭിവൃദ്ധിക്ക് മൃത്യുഞ്ജയ ഹോമം ലളിതമായിട്ട് നടത്തപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് സമൂഹത്തിലെ എല്ലാ ഭക്തജനങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നടത്താം എന്ന് തീരുമാനിച്ച് അത് നടത്താൻ പോകുന്നത്. ഈ പൂജയോടനുബന്ധിച്ച് തന്നെ, ഈ ഹോമത്തിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഭാഗമായി ദമ്പതി പൂജ, അതായത് ദീർഘായുസ്, സർവമംഗലം, സർവ്വരോഗനിവാരണം ഇതിനെല്ലാമായിട്ടും, അതേപോലെ കുടുംബ പൂജ, അഷ്ട ഐശ്വര്യത്തിന് വേണ്ടിയും ഇതെല്ലാം ഈ പൂജയോടനുബന്ധിച്ച് ഇതിൽ നടത്തുന്നതാണ്. അതിൽ ദമ്പതി പൂജ പരിമിതമാണ്. മുൻകൂട്ടി നമുക്ക് ഫോൺ നമ്പറിൽ നോട്ടീസിൽ ഇതിലെല്ലാം ഫോൺ നമ്പറുണ്ട്, അതിൽ കൂടെ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചേലക്കരയിലുള്ള എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ച് ഈ പൂജാവിധികളിൽ പങ്കെടുക്കണമെന്ന് കോവിലിൻ്റെ പേരിൽ സാദരമായി ക്ഷണിച്ചുകൊള്ളുന്നു. മഹാമണ്ഡലേശ്വർ HS സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, മിനി ശബരിമല അയ്യപ്പ സേവാശ്രമം ഫൈനാൻസ് ചെയർമാൻ MB അച്യുതൻകുട്ടി, മാതാജി വസന്താനന്ദ സരസ്വതി, ലളിതാമ, കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ CK മോഹൻരാജ്, CR മണികണ്ഠൻ, സെക്രട്ടറി CR വേണുഗോപാൽ, CR കിഷോർ കുമാർ, ES ഷൺമുഖൻ, CS സത്യൻ, N സതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉത്തരായണത്തിലെ മകരസംക്രാന്തിയോടനുബന്ധിച്ചുള്ള പ്രണാമം. ഞാൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ, മിനി ശബരിമല അയ്യപ്പ സേവാ പ്രസ്ഥാനങ്ങളുടെ മഠാധിപതി. ഈ ക്ഷേത്രത്തിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് അതിമഹത്തായ വിശ്വശാന്തി ഹവനങ്ങളും പൂജകളും നടത്തിയിരുന്നു. തുടർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ മൂലവിഗ്രഹ ശ്രീകോവിൽ നടത്തുവാൻ സാധിച്ചു. ആ ചടങ്ങുകൾക്ക് ശേഷമുള്ള 12 വർഷം തികയുന്നതിന് മുൻപ് ഈ ഉത്തരായണ കാലഘട്ടത്തിൽ, മകരമാസം 1-ാം തീയതി മുതൽ കർക്കിടക മാസം 1-ാം തീയതി വരെയുള്ള കാലഘട്ടത്തെയാണ് ഉത്തരായണം എന്ന് പറയുക. ഈ കാലഘട്ടത്തിൽ വിശ്വശാന്തി, സമാധാനം, സമത്വം, സാഹോദര്യം, സന്തോഷം, സർവ രോഗനിവാരണം, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നീ 9 ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജനുവരി മാസം 27-28 തീയതികളിൽ ചേലക്കര മാരിയമ്മൻ ക്ഷേത്രസന്നിധിയിൽ അതിമഹത്തായ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുവാൻ പോവുകയാണ്. ഈ മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം ആയുസ്, ആരോഗ്യം, ബലം, അതോടൊപ്പം അഗ്നികർമ്മങ്ങളിൽ ദക്ഷിണാഗ്നി, ഗാർഹ്യപത്ന്യ, ആഹവനീയം എന്ന അഗ്നികളെ ആവാഹിച്ചുകൊണ്ട് ശ്രീരുദ്രവും ചമകവും യജുർവേദത്തിൻ്റെ ഏറ്റവും ശക്തമായ മന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സമാജത്തിലെ കെട്ടുറപ്പിനും അതോടൊപ്പം കൃഷി, വാണിജ്യ വ്യവസായങ്ങളുടെ അഭിവൃദ്ധിക്കുമായി നടത്താൻ പോകുന്ന ഈ മഹത്തായ യജ്ഞത്തിൻ്റെ പരിപൂർണമായ ചുമതല സന്യാസി ശ്രേഷ്ഠന്മാരും ധർമാചാര്യന്മാരും ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിമാരും ചേർന്ന് നടത്തുന്നതാണ് എന്നറിയിക്കുന്നതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാരവാഹികളെല്ലാം ചേർന്നുകൊണ്ട് ലോകശാന്തിക്കായി ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും വർഗത്തിനും വർണ്ണത്തിനും വ്യത്യാസമില്ലാതെ ഏവർക്കും പങ്കെടുത്തുകൊണ്ട് എല്ലാവരുടെയും കൈകൾ കൊണ്ട് വിധിപ്രകാരം ക്ഷേത്രപ്രദക്ഷിണം നടത്തി ഹവനദ്രവ്യങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്ന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നതോടൊപ്പം ഏറ്റവും സ്നേഹനിധികളായ മാധ്യമ സുഹൃത്തുക്കളെ ഇതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വാർത്താ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുവാനും ഇതിനു വേണ്ടതായ സഹായം ചെയ്ത്
പരിപൂർണമായി വിജയിപ്പിക്കുവാനുമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കാനാണ് ഈ പത്രസമ്മേളനം എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. മനുഷ്യ സ്നേഹം എന്ന ഒറ്റക്കെട്ടാണ് ഇതിൻ്റെ അടിസ്ഥാനം. CCV ന്യൂസ് ചേലക്കര.